ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. അപ്പോൾ ഈ വണ്ടിക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. വേൾഡ്സ് ഫസ്റ്റ് CNG ബൈക്കാണ് ഈ ഒരു ഫ്രീഡം 125 എന്ന് പറയുന്നത്. അതെ, നമ്മളുടെ ബജാജ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു CNG മോട്ടോർ സൈക്കിളാണ് ഇറക്കിയിരിക്കുന്നത്. പലരും പല ടെക്കുകൾ കൊണ്ടുവരാനിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഹൈഡ്രജൻ്റെ ഒക്കെ ഒരു പരിപാടി ഹോണ്ട നടത്തുന്നതെന്ന് കേട്ടു. എന്നിരുന്നാലും CNGയിൽ നമ്മുടെ ബജാജാണ് ആദ്യം ഇറങ്ങിയത്. നമുക്ക് ഇന്ത്യക്കാർക്ക് അത് കരുതൽ വളരെയധികം അഭിമാനിക്കാം. കാരണം ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരു വണ്ടി നമ്മുടെ നിരത്തുകളിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട്, ഞാൻ കുറച്ച് ദൂരമൊക്കെ ഓടിച്ചു നോക്കി. അപ്പോൾ ഓടിച്ചു നോക്കിയ ഒരു ഐഡിയയിൽ ഇതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫ്രീഡം 125 എന്ന് പറയുന്നത് നമ്മുടെ ബജാജിൻ്റെ ഏറ്റവും പുതിയ മോഡൽ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു മിഡ് വേരിയൻ്റ് ആണ്. നമ്മളുടെ ഈ ഒരു ബജാജിൻ്റെ ഈ ബൈക്കിൻ്റെ മോഡലുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഞാൻ മീറ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് വേരിയൻറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല. ഫ്രണ്ടിൽ വരുന്നത് ഡ്രം ബ്രേക്സ് ആണ് ഇവിടെയായിട്ട് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ മീറ്ററിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ അല്ല വരുന്നത്, ഒരു സെമി ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ വാർണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മീറ്ററിൻ്റെ അവിടെയായിട്ട് വരുന്നത്. ആൻഡ് ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ ബൈക്സ്, അതായത് ഇതിൻ്റെ എല്ലാ വേരിയൻറ്റിലും വരുന്ന രീതിക്കാണ്. ആൻഡ് അതിനകത്ത് നമ്മുടെ ബ്ലൂടൂത്ത് സെറ്റപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടെ വേറെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ടോപ്പ് വേരിയൻറ്റിൽ നിന്ന് മിസ്സിങ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇവിടേക്ക് വരികയാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സ് കാണാം. 2 ഡിവിഷനായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്, വലിയ കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ബൈക്സിനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് ഓൺ എവരി വൺസ് ടേസ്റ്റ് എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ബാഡ്ജിങ് കാണാം. ഇവിടെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ അത് ആക്ച്വലി ഒരു കവറിങ് ആണ്, നമ്മുടെ ടെലസ്കോപ്പിക് സസ്പെൻഷന്. നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്സൈഡ് ആൻഡ് ഫോർ ഗേറ്റ് ചെയ്തതുപോലെ തോന്നും, പക്ഷേ അല്ല, ഒരു നോർമൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിനകത്ത് ആ ഒരു ഫ്രെയിം ഗേറ്റാണ്, അതൊരു രീതിയിൽ നല്ലതാണ്. നമുക്ക് ചെളി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇവിടെയായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈറ്റിൻ്റെ അവിടേക്ക് വരുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദിസ് സൈഡ് ഒരു നീട്ടം കൂടിയൊരു അപ്പോൾ സോറി ഗൈസ്, ചെറുതായിട്ടൊന്ന് ഫ്രെയിം മാറിയിട്ടുണ്ട്. നമ്മുടെ ഫോണിലായിരുന്നു ഞാൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഹീറ്റായി. ഞാൻ കുറച്ച് നേരമായിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്ക് ടു കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് അത്യാവശ്യം നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ഒപ്പം സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 825 mm മറ്റുമാണ്. ആക്ച്വലി സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മളുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. ആൻഡ് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ടാങ്ക് ഏരിയ വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഫുള്ളി എക്യുപ്ഡ് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ടാങ്ക് എന്ന് പറയുന്നത് ചെറിയ രീതിക്ക് 2 കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഗ്യാസിന് വേണ്ടിയിട്ടുള്ള, അതായത് CNG ഫില്ല് ചെയ്യാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, റിസ്ക് എടുക്കണ്ട. ഏതായാലും ഒരെണ്ണം ഫ്യൂവലിനും ഒരെണ്ണം ഗ്യാസിനും വേണ്ടിയിട്ടുള്ളൊരു ഫ്യൂവൽ ഏരിയയാണ്. അതായത് ഇതെന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഹൈബ്രിഡ് എന്ന രീതിക്കൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് ഈ വണ്ടി നമുക്ക് പെട്രോളിനും ഓടിക്കാം, അതേപോലെ CNGയിലും ഓടിക്കാം. ഈ പെട്രോൾ ആക്ച്വലി ഒരു ബാക്കപ്പ് പോലെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അതായത് ഒരു 2 liters ഓഫ് പെട്രോളാണ് ഇതിനകത്ത് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരു 2 കിലോയുടെ CNG ആണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു പാർട്ടിലേക്ക് അധികം കണ്ട് തന്നെ ഞാൻ വരാം. ആൻഡ് വണ്ടിയുടെ ഒരു റിയർ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു LED ടെയിൽ ലൈറ്റാണ് അവിടെ വരുന്നത്. ആ ബോൾട്ട് വെച്ചാണ് ഒരു ലൈറ്റ് വെച്ചേക്കണ എനിക്ക് തോന്നിയത്. പക്ഷേ സംഭവം എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കായിരുന്നു തോന്നി ആ ഒരു നട്ട് അവിടെ വെച്ചേക്കണത്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കവറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് എനിക്ക് ഇത്രയും കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിരുന്നു തോന്നി. കാരണം ഇന്ന് ഞാൻ വരുമ്പോൾ നല്ല മഴയായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ചെളി തെറിക്കുന്നുണ്ടായി. എൻ്റെ പാൻറ്റൊക്കെ മൊത്തം ചെളി തെറിച്ചാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ കൊടുത്തിട്ട് ഒരു നല്ലൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിൻ്റെ താഴെയായിട്ടാണ്, ഒരു വൈറ്റ് സിലിണ്ടർ ഈ സീറ്റിൻ്റെ താഴെയാണ്. ഞാൻ ഫോട്ടോ കാണിക്കാം.
ഞാൻ മൊത്തത്തിലോട്ട് ഊരി എടുക്കുന്നില്ല, കാരണം നമുക്ക് ടൈം കുറച്ചാണല്ലോ അലൗഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ക്വിക്കാകാൻ നോക്കുന്നത്. ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു 125cc എഞ്ചിനാണ്, എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 9.7 9.5 ഹോഴ്സ് പവറും, അതായത് PS പവറും ഒരു 9.7 Nm ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാവം എഞ്ചിൻ എന്ന് പറയാൻ കാരണം അത്രയും പവർ കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. എഞ്ചിൻ്റെ ഒരു റെസ്പോൺസ് ആ ഒരു രീതിക്കാണ്. അതേപോലെ കാര്യങ്ങളെല്ലാം ആക്സിലേറ്ററും ക്ലച്ചൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇത് കംപ്ലീറ്റ്ലി എക്കണോമിക്ക് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. 5 സ്പീഡ് ഗിയർ ബോക്സാണ്. സോ നമുക്ക് ട്രാഫിക് ആയാലും കുറച്ച് ലോങ് ഒക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം. എക്കണോമിക് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ്റെ എക്കണോമി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 330 ആ ഒരു റേഞ്ചോളം നമുക്ക് ഈ വണ്ടിയുടെ എക്കണോമി കിട്ടുന്നുള്ളതാണ്. 300 മേലെ നിങ്ങൾ എങ്ങനെ ആയാലും പിടിച്ചു. അതായത് നമ്മുടെ ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഇതിൽ നിന്ന് 1 ലിറ്റർ ഏകദേശം 60 കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടും, അതായത് ഫ്യൂവൽ എക്കണോമി കിട്ടും. ഇനി ഒരു 2 ലിറ്റർ ആ ഒരു പാർട്ട് വരുന്നതുകൊണ്ട് നമുക്കൊരു 120 ആ റേഞ്ച് ഫ്യൂവൽ എക്കണോമി നമുക്ക് ഫ്യൂവലിൻ്റെ അവിടെ നിന്ന് തന്നെ കിട്ടും. ഫ്യൂവൽ മീൻസ് പെട്രോളിൽ നിന്ന് കിട്ടും. ഇനി CNGയിലേക്ക് വരികയാണെങ്കിൽ CNGയിൽ ഏകദേശം നമുക്ക് ഒരു 110-115 ആ റേഞ്ചോളം നമുക്ക് ഒറ്റ കിലോയിൽ നിന്ന് നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് CNG 2 കിലോൻ്റെ സിലിണ്ടറാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഒരു CNGയുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 230ഓളവും നമ്മുടെ ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ അതിൽ നിന്ന് ഏകദേശം 120-100ഓളം ഒക്കെ നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ ടോട്ടൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു 300 മേലെ നമുക്ക് ഈ 2 ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം സൂപ്പർബായിട്ടുള്ളൊരു ഫ്യൂവൽ എക്കണോമിയാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. നല്ല രസമുള്ളൊരു ഓടിക്കാനുള്ളൊരു ഫീലുണ്ട്. അതായത് ഭയങ്കര പാവത്താനായ വണ്ടിയാണ്. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഒച്ചപ്പാടുണ്ട്, അത്യാവശ്യം മോശമില്ലാത്തൊരു എക്സോസ്റ്റാണ്. ബട്ട് സ്റ്റിൽ ഓടിക്കുമ്പോൾ ഭയങ്കര പാവത്തിനെ ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടെ ഇട്ട് വരുമ്പോൾ ഒരു USB-യുടെ ഒരു പോർട്ട് വരുന്നുണ്ട് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇനി സ്വിച്ചസിലേക്ക് വരികയാണെങ്കിൽ മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു സ്വിച്ച് കുറവുണ്ട്. ഇവിടെ ഇട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഇഗ്നിഷൻ വരുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് ഇതിനകത്ത് വരുന്നില്ല. അതൊരു കുറവായിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നി. പിന്നെ ആ ഒരു സെഗ്മെൻറ്റൊക്കെ വെച്ച് പോകുമ്പോൾ പോട്ടെ നോക്കാം. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ പാസ് ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ് അതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കണേ. ആൻഡ് ഇവിടെയിട്ട് നമ്മുടെ CNGയിലേക്കും ഫ്യൂവലിലേക്കും മാറ്റാനുള്ള സ്വിച്ചസാണ്. ഇത് നമുക്ക് ഓൺ റണ്ണിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആൻഡ് ഇവിടെയായിട്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇവിടെ ഹോണും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മീറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കുറേ വാർണിംഗ് ലാംപ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് ഇത് ഫുള്ളി ഡിജിറ്റലായിട്ട് കിട്ടുന്നത്. ഒപ്പം നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 10x10 നാവിഗേഷൻ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് കിട്ടും. കറൻ്റ്ലി നമുക്ക് മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഈ ഒരു സെമി ഡിജിറ്റൽ മാത്രമാണ് വരുന്നത്. ആൻഡ് ഈ മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഓടോ, പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂവലിൻ്റെ ആ ഒരു എന്തോരമാണെന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. വേറെ ഒരുപാട് ഹാഷ് ബൂഷ് പരിപാടികളൊന്നും തന്നെ ഈ ഒരു മീറ്ററിൽ വരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്റർ. ആൻഡ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കാണിക്കാനുള്ളത്. ആൻഡ് ഒരു സാധനം കൂടി കാണിക്കാനുണ്ട്. നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് CNGയുടെ പ്രഷർ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മീറ്ററാണ്. ഇത്രയും CNG എന്തോരം നമുക്ക് പ്രഷർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അത് നല്ല രീതിക്ക് അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഇസ് എ ഗുഡ് തിങ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഞാനപ്പോൾ വണ്ടി സൗണ്ട് കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ ഓടിച്ചുകൊണ്ട് ബാക്കിയുള്ള കൊച്ചു വിശേഷങ്ങളൊക്കെ പറയാം. ഇതാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. വണ്ടിയുടെ വേറെ നമ്മുടെ മറ്റുള്ള വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുച്ചു എന്നൊക്കെ രീതിയിലൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു ഉണ്ടാവും, ഒരു കുതിര ചാടുന്ന പോലത്തേക്ക്. ഇതിനങ്ങനത്തെ സൗണ്ടൊന്നുമില്ല. ഈ ഒരു സൗണ്ട് എക്സോസ് നോട്ട് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സൗണ്ട് വരുള്ളൂ. സോ ഈ എക്സോസ് നോട്ടും കൂടി കേട്ട് പോയിക്കോ. ഇതിപ്പോൾ CNGയിലുള്ളതാണ്. ഞാൻ ഫ്യൂവലിലേക്ക് മാറ്റിയാലും നത്തിങ് മച്ച് സെയിം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. ആക്സിലേറ്ററൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നിയത്. ആയാലും കട്ട് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഇതിപ്പോൾ എൻ്റെ വണ്ടിയുടെ ആക്സിലേറ്റർ ടൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നി ഇതിൻ്റെ ആക്സിലേറ്റർ. സോ യെസ്, അയ്യോ പാവം എന്ന രീതിക്കാണ് എനിക്ക് വേണ്ടി ആദ്യം എടുത്തപ്പോൾ തന്നെ തോന്നിയത്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ.
അത് ഈ ആക്സിലേറ്റർ സോഫ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നണത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡ്രം ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ ബൈറ്റ് കുറവുള്ളൊരു ഫീൽ ഉണ്ടായി. മോശമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര സൂപ്പറായിട്ട് എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് തോന്നിയില്ല. ബട്ട് ബാക്ക് ബ്രേക്ക് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ബെറ്റർ മീൻസ് ഫ്രണ്ടിൻ്റെ അത്രയും ബൈറ്റ് എന്നല്ല, പക്ഷെ കുറേ കൂടി കൺട്രോൾ ചെയ്യാൻ എളുപ്പം എനിക്ക് റിയർ ബ്രേക്ക് ആയിട്ടാണ് തോന്നിയത്. ഗിയർ ബോക്സ് ഒക്കെ ഡീസൻ്റാണ്. അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. വലിയ കുഴപ്പമോ കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തില്ല. ആൻഡ് ആ ഒരു സീറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അപ്രൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിനി കയറിയിരിക്കാം, കാരണം ഇവിടം വരെ സീറ്റ് വരുന്നുണ്ട്. ഇറങ്ങിയിരുന്നാലും കണക്കാണ്. നൈസായിട്ട് ട്രാഫിക് ഉണ്ടെന്ന്. വിച്ച് ഈസ് എ ഗ്രേറ്റ് ടൈം ടു ടെസ്റ്റ് എ ബൈക്ക് എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഓവർ ട്രാഫിക് ആയാൽ അതും ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. എനിക്ക് ഓവറായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളൊന്നും വന്നില്ല. എനിക്ക് ആക്ച്വലി വളരെ ചുരുങ്ങിയ നേരത്തേക്കാണ് വണ്ടി തന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് നേരം ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. ഒരു പകുതി മുക്കാൽ നേരവും ഓടിച്ചു നോക്കാനായിട്ടാണ് ഞാൻ എടുത്തത്. വണ്ടിയുടെ വൈബ്രേഷൻ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ വൈബ്രേഷൻ ഇല്ല ഈ സാധനത്തിൽ എന്ന് വേണം പറയാനായിട്ട്. ആകെ വൈബ്രേഷൻ വരുന്നത് നമ്മൾ വളരെ ഹൈ ആയിട്ട് റവ് ചെയ്ത് പിടിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിൽ മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് വൈബ്രേഷൻ എന്ന് പറയാൻ മാത്രം തോന്നിയത്. കാരണം അല്ലാത്ത സമയം തോന്നിക്കഴിഞ്ഞാൽ ഒരു വികാരമില്ലാത്ത വണ്ടി വേണം പറയാനായിട്ട്. യാതൊരു തരത്തിലുള്ള വൈബ്രേഷൻ എവിടെയും ഇല്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ സൗണ്ട് വെച്ചാലത്തെ ഫീല്, അതായത് എൻജിൻ്റെ അവിടെ നിന്ന് സൗണ്ട്, എൻജിൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ ഒരു ഫീല് നമുക്ക് ചെറുതായിട്ട് കിട്ടും. പ്ലസ് നമ്മളുടെ സൗണ്ട് എക്സോസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെയുണ്ട്, അങ്ങനെ ഒരു ഫീലുണ്ട്. എന്നാൽ വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. വളരെ 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 മിനിമലായിട്ടുള്ളതാണ് ഇതിനകത്തുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത്. കുറച്ചധികം സ്മൂത്താണോ എന്ന് ചോദിച്ചാലാണ്. അതായത് ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് ചെറിയ തോതിൽ വൈബ്രേഷൻ ഉണ്ട്, ചെറുതൊന്നും പോരാ, ഇത്തിരി കുറച്ചധികം വൈബ്രേഷൻ ഉണ്ട്. ഞാൻ അതിനോട് യൂസ്ഡുമാണ്, എനിക്കത് ഇഷ്ടവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം എനിക്കിത് വളരെയധികം സ്മൂത്തായിട്ട് തോന്നി. സോ നല്ല എക്സ്ട്രീം സ്മൂത്തായിട്ട് എക്കണോമിക്കലായിട്ടുള്ളൊരു വണ്ടി നോക്കണം എന്നുള്ളവർക്ക് ഒരുപാട് ആലോചനയൊന്നുമില്ലാതെ ഇതിനകത്തേക്ക് നോക്കാവുന്നതാണ്. കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ CNGയിലാണ്. ഫ്യൂവലിലേക്ക് ഇട്ടാലും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അഗൈൻ ബാക്ക് ടു CNG. നമുക്ക് ഇവിടുന്ന് U-ടേൺ എടുക്കാം. ആഹാ, ഡൗൺ ഷിഫ്റ്റ് എന്ത് രസമെന്നറിയോ. അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ സുഖം ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനാട്ടോ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ആകെ 9 PS പവറേ വരുന്നുള്ളൂ, 9.5 PS പവറേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാരക പവറൊന്നുമല്ല, വളരെ കാമായിട്ടുള്ള പവറാണ്. ഏത് പ്രായക്കാർക്കും ഈസിലി മാനേജ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. ആൻഡ് ഈസിലി മാനേജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 140 സംതിങ് ആണ് വരുന്നത്. എക്സാക്ട് ഫിഗേഴ്സ് ഞാൻ ഇവിടെ ഇടാം. ആക്ച്വലി ഈ സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം വെയിറ്റാണ്, ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ് എന്നുള്ളത്. ഞാൻ അത്രയും വെയിറ്റ് എന്ന് പറയാൻ കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ മോസ്റ്റ്ലി ഒരു 125-100 സെഗ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ മോസ്റ്റ്ലി 120, 109, 130 ഒക്കെയാണ് മാക്സിമം പോകുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സിലിണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് കുറച്ചധികം വെയിറ്റ് വരുന്നത്. പക്ഷേ
നഷ്ടം തോന്നില്ല. അത്രയും വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി ഹയ്യർ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈസിലി മാനേജ് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് അവർ വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. സെൻറ്ററിലൊരു വലിയ സിലിണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി നല്ല പക്കയായിട്ട് അവർ ആ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സസ്പെൻഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഹാർഡോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളുടെ അർബൻ റീജിയനിലൊക്കെ ഓടിച്ച് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്നെസ് ഇതിൻ്റെ സസ്പെൻഷനുണ്ട്. ഹെവി സോഫ്റ്റ് എന്ന് ഞാൻ പറയില്ല, എന്നിരുന്നാൽ പോലും അത്യാവശ്യം നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് ഇത്രത്തോളം ഒരു സോഫ്റ്റ്നെസ്സാണ് വേണ്ടത് എന്നൊരു ഇതുണ്ടാവില്ല. ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു സോഫ്റ്റ്നെസ്, ആ സോഫ്റ്റ്നെസ് ഈ ഒരു വണ്ടി കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അത്യാവശ്യം അവർ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ, നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സാധാരണക്കാർക്ക് വർത്ത് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ആൻഡ് വണ്ടിയുടെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് 95,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഐ തിങ്ക് ഓൺ റോഡ് പ്രൈസ് എക്സ് ഷോറൂം. ഞാൻ എക്സാക്ട് ഫിഗേഴ്സ് ഇവിടെ സ്ക്രീനിലിടാം. എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ തെറ്റ് വിളിച്ച് പറഞ്ഞു ഒന്നും വേണ്ടല്ലോ. ഞാൻ ഇവിടെ സ്ക്രീനിലിടാം. ആക്ച്വലി അതിനുള്ളൊരു ഗുണമുണ്ട്. കാരണം നമുക്കൊരു 300 km/h അല്ല 300 km റേഞ്ചൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ. ഒരിക്കൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. നമ്മൾ പണ്ട് നമ്മളുടെ പെട്രോൾ കാശൊക്കെ ഒരു 75 ആയിരുന്ന സമയത്ത് ഈ സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ ഉള്ളവർ ചെയ്തിരുന്നൊരു പരിപാടിയാണ്. ഒരിക്കൽ പെട്രോൾ അടിച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നുള്ളത്. ആ ഒരു സെയിം സംഭവം ഈ വണ്ടിയിൽ ആവർത്തിക്കാം. പെട്രോളിൻ്റെ കാശൊന്നും കുറഞ്ഞില്ല എങ്കിൽ കൂടി. കയറിപ്പോട്ടെ. ടൈം എടുക്കണ്ട് പവർ കുറവുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇങ്ങനെ ആടിപ്പാടി എൻജോയ് ചെയ്തൊക്കെ ഓടിക്കുക. ഈ നമ്മുടെ ഒരു 100cc അല്ലെങ്കിൽ 125cc വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ വണ്ടികൾ ഓടിക്കാൻ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ വലിയ ബിഗ് ബൈക്സിലൊന്നും കിട്ടാത്ത ഒരു ഫണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികളിൽ കിട്ടും. കൊണ്ടു കിടക്കാൻ എളുപ്പമാണ്, കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഓവറോൾ ഇറ്റ്സ് എ ഫൺ ബൈക്ക്. നമ്മൾ യങ്സ്റ്റേഴ്സിന് ഫൺ ബൈക്കാണ്. എൽഡേഴ്സിന് അവരുടെ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന ഒരു മോട്ടോർ സൈക്കിൾ. അതായത് മൈലേജ് വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് 125cc വണ്ടികളെ പോലെ തന്നെ ചുരുങ്ങിയ റേറ്റ് കാര്യങ്ങൾ തന്നെ ഇതിനും വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് അറിഞ്ഞതും. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ഒരു നല്ലൊരു പാക്കേജ് ആണ് ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിരിക്കുന്നത് നമ്മളുടെ വൈറ്റിലേക്ക് അടുത്തുനിന്നാണ്. എക്സാക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്. യെസ്. അപ്പോൾ ഞാൻ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ താഴെ കൊടുത്തേക്കാം. മഴ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വണ്ടിയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരാളുടെ വാക്കിൻ്റെ പുറത്ത് മാത്രം നിങ്ങൾ പോയി ഒരു വണ്ടി എടുക്കാതിരിക്കുക. പിന്നീട് ഇഷ്ടക്കേട് വന്ന് വണ്ടി വിൽക്കുന്നൊരു സാഹചര്യം വരരുത്. അതുകൊണ്ടാണ് ഞാൻ പലവട്ടം പല വീഡിയോസിൽ പറയാറുള്ളത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കുക എന്നുള്ളത്. ഈ സർപ്രൈസ് കൊടുക്കുന്നവർക്ക് മാത്രം പിന്നെ വേറെ വഴിയൊന്നുമില്ല. വല്ലതും പറഞ്ഞു പോയി മുൻകൂട്ടി ഓടിപ്പിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചെടുക്കാനേ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെയും നിങ്ങൾക്ക് ചോദിക്കാം. നേരെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ I'm Jay and I'll catch you next one. Bye bye.